ിക്കല്ല പ്രശ്നം എന്റെ അണ്ണനാ. രംഗണ്ണൻ കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. അത് തന്നെയാ പ്രശ്നം. അണ്ണന് ആർക്കും ഒരു വിലയില്ല. ഇൻസ്റ്റയിൽ ലൈക്കില്ല, FBയിൽ ഫോളോവേഴ്സ് ഇല്ല, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സും ഇല്ല. ആട്ടെ, തന്റെ അണ്ണൻ എന്താ ജോലി? പണ്ട് ജ്യൂസ് അടിയായിരുന്നു, ഇപ്പൊ ജ്യൂസ് പോയി, അടി മാത്രമായി. എടോ, എല്ലാ ജോലിക്കും അതിൻ്റെതായ വിലയുണ്ട്. പക്ഷെ ഡോക്ടറുടെ അത്ര വിലയില്ലല്ലോ. എന്നാൽ താൻ ഒരു കാര്യം ചെയ്യും, അണ്ണനെ പിടിച്ച് അങ്ങ് ഡോക്ടറാക്ക്. ബ്രില്യൻ, ഗുഡ് ഐഡിയ. എന്നാ അണ്ണനെ പിടിച്ച് നമുക്ക് അങ്ങ് ഡോക്ടറാക്കാം. അണ്ണ, എന്റെ കുഞ്ഞമ്മയുടെ മോൻ പഠിക്കുന്നത് അങ്ങ് ഡൽഹിയില്. ഇന്ത്യയിലെ ടോപ്പ് ക്ലാസ് ഡോക്ടേഴ്സ് എല്ലാം അവിടെയാ. ഏയ്, അണ്ണന് ടോപ്പ് ക്ലാസ് ഒന്നും പറ്റില്ല. അണ്ണന് ഓൺലി ലോ ക്ലാസ്. അങ്ങനെയാണെങ്കിൽ തന്റെ അണ്ണൻ അടിയോടടി എന്നല്ലേ പറഞ്ഞത്? അങ്ങ് തെക്കൻ മലബാറിൽ അടിക്ക് മാത്രം പേര് കേട്ട ഡോക്ടർ സ്റ്റീഫൻ ചായൻ നടത്തുന്ന ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, മണപ്പാട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. തന്റെ അണ്ണന് ബെസ്റ്റാ. എന്റെ പിള്ളേരെ തൊടുന്നോടാ. എടോ പിള്ളേ, താൻ എന്താണോ പട്ടി മുള്ളണ പോലെ ഇങ്ങനെ കാല് പൊക്കി നിൽക്കുന്നത്? അയ്യോ, THR കഴിഞ്ഞതിന് ശേഷം പണ്ടത്തെ പോലെ പൊങ്ങണില്ല. അഡക്ഷൻ ഡിഫോമിറ്റി ആണെന്നാ തോന്നുന്നത്. ഇനി ചില KO മെമ്പേഴ്സ് പോകുന്ന പോലെ റിവിഷൻ ഹിപ്പിന് പട്ടായയിലോ തായ്ലാൻഡിലോ ഒക്കെ ഒന്ന് പോണം. എന്നാലേ ഇനി ഒന്ന് പൊങ്ങത്തുള്ളൂ. പിന്നെ പുതിയ ഓർത്തോ PG അഡ്മിഷൻ വന്നിട്ടുണ്ടല്ലോ. ബാംഗ്ലൂരിൽ നിന്നുള്ള 3ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഒരുത്തനുണ്ടല്ലോ. ഇവനൊക്കെ എങ്ങനെ അഡ്മിഷൻ കിട്ടി? സാറിന്റെ ഭാഷയിൽ പറഞ്ഞ 2018 ബ്രിഡ്ജ് കോഴ്സും NMC പേപ്പർ ചോർച്ചയും കൂട്ടിക്കുഴച്ച് മാനേജ്മെന്റിന്റെ അണ്ണാക്കിലോട്ട് ഒരു ലോഡ് ദുട്ടും തള്ളിക്കയറ്റി വരുന്ന ഒരു ഐറ്റമാണ്. എന്നിട്ട് ഇവനെങ്ങനെ ഓർത്തോയിലോട്ട് കയറി? അത് കൈയും കാലും ഇനി പ്രൊഫഷണലായി തല്ലിയൊടിക്കാൻ ഓർത്തോയിലേക്ക് ബ്രിഡ്ജ് കോഴ്സ് എടുത്തവനാണെന്നാ തോന്നുന്നത്. അയ്യോ, ഇതുകൊണ്ട് വരുന്നുണ്ട്. ഇവനെ പഠിച്ചു വെച്ച കടവുള്ളിൽ പത്തടി വെച്ച് എല്ലാം മിനാക്ക്, എല്ലാം മിനാക്ക്, എല്ലാം ചുടുവാനെ ജനിച്ചവൻ മിനാക്ക്, എല്ലാം മിനാക്ക്, എല്ലാം മിനാക്ക്, എല്ലാം ചുടുവാനെ ജനിച്ചവൻ മിനാക്ക്. രംഗമോനെ, ഇതാണ് നമ്മുടെ HOD ഡോക്ടർ സോമശേഖര പിള്ള. ഓ രംഗണ്ണ, എന്നാ ഗുമ്മു പേരല്ലേ. എടോ പുല്ലേ, അണ്ണനും മച്ചമ്പിയൊക്കെ അങ്ങ് വീട്ടില്. ദിസ് ഇസ് എ മെഡിക്കൽ കോളേജ്. either you can call him by name അല്ലെങ്കിൽ ഡോക്ടർ രംഗ, അങ്ങനെ തന്നെ പറയണം. ശരി സോമ. എടോ മോനെ, അമ്പാനെ, നമുക്ക് ഈ കോളേജിൽ ഒന്ന് കറങ്ങി വന്നാലോ? എടോ, താൻ ഇന്നലെ ഒരു IT ഫ്രാക്ചർ അഡ്മിറ്റ് ആക്കിയില്ലേ? കല്യാണി അമ്മ 70 വയസ്സ്. ആ കേസ് എനിക്ക് വേണം. നിങ്ങൾ ആ കേസ് എനിക്ക് തരണം. ഞാൻ ആ കേസ് അങ്ങ് എടുക്കുക. HODക്ക് എന്തു ആവാലോ, താൻ എന്തെങ്കിലുമൊക്കെ കാണിക്കേ, ഞാൻ പോകും. बिंदास डॉक्टर भी बोले तो बोले तो बोले तो बोले तो भी बोले तो बोले आकर एस बोले तो बोले तो बोले तो बोले तो एस बोले तो चला कर बैठे को सीधा चला तू
सीधे को टेढ़ा करा दूं, रोते को झट से हंसा दूं, हंस के को फट से रुला दूं। हे स्टाइल स्टाइल मेरा स्टाइल, मैं कर दूं दिल की ब्लास्ट 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 पोस्ट ब्लास्ट। Hey, what's your name? नाम रंगाबाई, रंगाबाई MBBS, रंगाबाई MBBS, रंगाबाई MBBS. ആ മരുന്നുകട ഇവിടെ ഉണ്ടല്ലോ. അണ്ണാ ഒരു മിനിറ്റ്. അത് ചേട്ടാ, വയറ്റിൽ നിന്ന് പോയിട്ട് 2 ദിവസമായി. നല്ല ശറപറാന്ന് പോകുന്ന എന്തെങ്കിലും എടുത്തേക്കണേ. വയറ്റിൽ നിന്ന് പോവാൻ ഇതാ ബെസ്റ്റ്. ആയിക്കൊള്ളാലോ. എന്താ ഇതിന്റെ പേര്? ലൂസ്. ലൂസ് നല്ല പേര്. ലൂസ് 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 കമ്മട്ടിക്ക ജ്യൂസ്. മമ്മൂട്ടിക്കാക്ക് ഇഷ്ടമുള്ള കൊമ്മട്ടിക്ക ജ്യൂസ്. അയ്യോ എന്നെ കൈ പോയേ, അയ്യോ. അമ്പാനെ എന്താ അവിടെ ഒരു ബഹളം? അതങ്ങനെ മനസ്സിലായില്ലേ? പൊട്ടിയില് നേരെ ആക്കുകയാണെന്നാ തോന്നുന്നത്. എടാ മോനെ, ഇത് അങ്ങനെയൊന്നല്ലടാ, മാറി നിൽക്കാൻ നടന്നു. അയ്യോ എന്നെ കൈ പോയേ, ഓടി വരണേ, അയ്യോ, അയ്യോ. സാറേ, ഷർട്ടിൽ ചോര. സർജൻ അല്ലേ മോനെ? 2 സ്ക്രൂ പറിക്കാൻ ഇറങ്ങിയതാ. 1-2 ഇംപ്ലാന്റ് റിമൂവൽ ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകുന്നു. പിന്നെ നമ്മുടെ പുതിയ അഡ്മിഷൻ അല്ലേ രംഗ, അവനോട് ഇങ്ങോട്ട് വരാൻ പറ. ഓക്കെ സാർ. എടോ, തന്റെ ആ പുതിയ അഡ്മിഷൻ അല്ലേ രംഗനോ പങ്കനോ എന്താ അവന്റെ പേര്? രംഗൻ. അവൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്ന് സാറിന് വല്ല പിടിയുണ്ടോ? സിമ്പിൾ ഫ്രാക്ചർ ഉള്ള പേഷ്യന്റിന്റെ കൈ പിടിച്ചൊടിച്ച് അവനത് കോമ്പൗണ്ട് ആക്കി. കത്തീട്രൈസ് ചെയ്യേണ്ട പേഷ്യന്റിനെ പിടിച്ച് ഇൻക്യുബേറ്റ് ചെയ്തു. ഹാൻഡ് സാനിറ്റൈസറിൽ ആൽക്കഹോൾ കണ്ടന്റ് പോരാ എന്ന് പറഞ്ഞ് അതിൽ വിസ്കി ആഡ് ചെയ്തു. അങ്ങനെ എന്തൊക്കെയോ പ്രത്യേകതരം ഹോബിയാണ്. തനി സൈക്കോ. അയ്യോ ചുമ്മാതല്ല, ഹാൻഡ് സാനിറ്റൈസറിന് കഴിഞ്ഞ മാസം നല്ല ചെലവാ. അതെ സാർ, അത് പ്രശ്നമാക്കണ്ട. അവന്മാരോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് താൻ എന്താന്ന് വെച്ചാൽ ചെയ്യും. രംഗമോനെ, ഹാപ്പി അല്ലേ? അമ്മ എന്തു പറ്റണ? എടാ മോനെ, എന്റെ അമ്മ പോലെ എന്നോട് ഹാപ്പി ആണെന്ന് ചോദിച്ചിട്ടില്ല. പോട്ടെ മോനെ പോട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ മാസത്തെ സ്റ്റേറ്റ്മെന്റ് വന്നില്ല. അത്രയേ ഉള്ളൂ, അത് ഇപ്പൊ ശരിയാക്കാം. മോനെ, യു ഹാവ് എ 1 മെസ്സേജ്. വന്നില്ല സ്റ്റീഫച്ച. മോനെ, യു ഹാവ് എ 1 മെസ്സേജ്. അതാണ് ടൈമിംഗ്. അവിടെ ഇടണ മെസ്സേജ്. വന്നില്ല. ഒരു മിനിറ്റ്. 20 രൂപയല്ലേ ഉള്ളൂ മോനെ, ആ പൈസ ഒന്ന് ഇട്ട് കൊടുക്കും മോനെ. സ്റ്റീഫച്ച വന്നില്ല. മോനെ, ഞാനിവിടെ നല്ല ബിൽഡപ്പ് കൊടുത്ത് ഓവനിൽ കിടന്ന് പുഴുങ്ങിയിരിക്കാം മോനെ. പൈസ ഒന്ന് ഇട്ട് കൊടുക്കും മോനെ, പ്ലീസ് മോനെ. വന്നില്ല കേട്ടോ. അയ്യോ, അതിപ്പോ ശരിയാക്കാം. പിന്നെ രംഗമോനെ, വേറെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് രംഗമോൻ 3ാം ക്ലാസ്സിൽ 4 വട്ടം തോറ്റതുകൊണ്ട് NMC ബ്രിഡ്ജ് കോഴ്സ് വിങ്ങിൽ നിന്നും ഒരു അഫിലിയേഷൻ കുറവ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാ? അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയ എക്സാം ഉണ്ട്, അത് പാസ്സായാലേ നമുക്ക് ഈ ബ്രിഡ്ജ് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. അയ്യോ, അണ്ണന് പരീക്ഷയൊന്നും എഴുതാൻ പറ്റില്ല. പണ്ട് 4 വട്ടം 3ാം ക്ലാസ്സിൽ കൊല്ലപ്പരീക്ഷ പൊട്ടിയപ്പോ എടുത്ത ശബ്ദമാണ്. ഇനി പരീക്ഷയെ എഴുതൂല. അതൊന്നും വിഷയാക്കണ്ട. പരീക്ഷയുടെ തലേ ദിവസം NMC എക്സാം പേപ്പർ എടുത്ത് ഞാൻ ഈ ഉള്ളം കയ്യിൽ വെച്ച് തരും. എടാ ഡോക്ടറെ, വാക്കാണോ? അതെ, ഈ PFNA IT ഫ്രാക്ചറിനുള്ളതാണെങ്കിൽ NMC ക്വസ്റ്റ്യൻ പേപ്പർ അത് ഈ രംഗമോനുള്ളതാണ്. ഇതെന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. സ്റ്റീഫച്ചായ, രംഗമോനെ, സ്റ്റീഫച്ചായ, രംഗമോനെ. അണ്ണാ കിട്ടി, അണ്ണാ കിട്ടി, NMC പേപ്പർ കിട്ടി.
മിസ്റ്റർ പൊളിക്കണ തകർക്കണ. എടാ മോനെ, അത് ഞാൻ ഏറ്റു. എന്തു പറ്റിയെന്നോ? എല്ലാം കൈവിട്ട് പോയി അമ്മാനെ. ചയിച്ച് ആ സ്റ്റീഫൻ ചയിച്ച്. നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ മോനെ. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, PhD in orthopedics is a dirty business. എടാ മോനെ, നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? അയ്യോ രംഗമോനെ, ഐ ക്യാൻ എക്സ്പ്ലെയിൻ. നീ ഒന്നും പറയണ്ടടാ. നന്നായി വാ. നിന്നെ ഞാൻ എന്റെ ബിബിമോനെ പറയല്ലേ. എന്നിട്ട് നീ അയ്യോ, സ്റ്റീഫൻ ചായൻ ഓക്സിജൻ പ്ലാന്റിന്റെ കുഴിയിൽ പോയേ. സ്റ്റീഫൻ ചായ കേൾക്കുന്നുണ്ടോ? സ്റ്റീഫൻ ചായ. അനക്കൊന്നുമില്ലല്ലോ അണ്ണ. സ്റ്റീഫൻ ചായോ, 4 കോടിയുടെ NRI സീറ്റ് വന്നിട്ടുണ്ട്. അനക്കൊണ്ട് ഞാൻ കേട്ട്. ഒരു 10-20 ആണ്ട് പഴക്കം ചെന്ന ഓക്സിജൻ പ്ലാന്റിന്റെ കുഴിയ. നല്ല റിസ്ക് ഉള്ളത് കൊണ്ട് ഫയർഫോഴ്സ് ഒന്നും വരാൻ കൂട്ടാക്കുന്നില്ല. എന്റെ സ്റ്റീഫൻ ചായനെ ഇനി ആര് രക്ഷിക്കാനാ? ഞാൻ ഇറങ്ങാം അണ്ണ. ഓക്സിജൻ പ്ലാന്റിന്റെ കുഴിയ. ഇറങ്ങിയ പിന്നെ ഒരു പൊടി പോലും കിട്ടത്തില്ല. ഞാൻ ഇറങ്ങിയില്ല, നീ ഇറങ്ങൂല അമ്പാനെ. ഏയ്, ഞാനൊന്നും ഇറങ്ങൂല. എന്നാ പിന്നെ ഞാൻ തന്നെ ഇറങ്ങാം. അണ്ണാ, സ്റ്റീഫൻ ചായനെ കിട്ടിയോ? ആ കിട്ടിയിട്ടുണ്ട്. നീ വലിച്ചോ? നന്നായിട്ട് വലിച്ചോ. നന്നായിട്ട് വിളിച്ചോ. എല്ലാവരും വിളിച്ചോ. എടാ മോനെ അമ്പാനെ, എന്തു പറ്റി? അണ്ണാ, സ്റ്റക്കായിന്ന് തോന്നണ. അമ്പാനെ, ലൂസടി. ഫുൾ ബോട്ടിൽ അടിച്ചു തീർത്തിട്ടുണ്ടെന്നാ. എടാ പൊട്ട അമ്പാനെ, നിന്നോട് കയറി ലൂസ് അടിക്കാനാ പറഞ്ഞത്, അല്ലാതെ ആ മരുന്നെടുത്ത് കുടിക്കാനല്ല. പണിപ്പാളിന്നോ തോന്നണ. അമ്പാനെ, അതൊന്ന് ഓഫ് ചെയ്യ്. പറ്റുന്നില്ല അണ്ണാ. ഓഫ് ചെയ്യ് അമ്പാനെ. ഓഫായ അണ്ണാ. അമ്പാനെ, നോക്കി നിൽക്കാതൊന്ന് വലിച്ചു കേട്ട്. എന്താ ഇവിടെ പ്രശ്നം? അതെ, ഈ മെഡിക്കൽ കോളേജിൽ വൈറ്റ് ആൻഡ് വൈറ്റ് എന്റെ മാത്രം ഐഡന്റിറ്റിയാണ്. അതാണ് ഇവന്മാരൊക്കെ കൂടെ അടിച്ചു മാറ്റിയത്. എടാ മോനെ, വൈറ്റ് ആൻഡ് വൈറ്റ് എന്റെ ഐഡന്റിറ്റിയാണോ? നിന്നെ ഞാൻ ഇന്ന് അടിക്കണം. നിർത്തണം. അവനും അവന്റെയൊക്കെ ഒരു ഐഡന്റിറ്റിയും. നീയും നിന്റെ പിതാമഹനും ഒരു 100 ജന്മം എടുത്താലും മനങ്ങില്ല. ഈ കോളേജിലെ എന്നല്ല, ഈ കേരളത്തിൽ തന്നെ ഓർത്തോപീഡിക്സിന് ഒരേ ഒരു ഐഡന്റിറ്റിയേ ഉള്ളൂ, വൈറ്റ് ആൻഡ് വൈറ്റിന്. അത് ഇദ്ദേഹമാണ്. കാണാം.